ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതായിരുന്നു. ഇത് തെരഞ്ഞെടുപ്പിന്റെ ഒരു വിവാദം എന്നുള്ളതിനപ്പുറം വലിയ ഒരു പ്രാധാന്യമില്ല. പക്ഷേ ലീഗലി ഇതൊരു തെറ്റാണ്. തെരഞ്ഞെടുപ്പ് റൂൾ പ്രകാരം ഇതൊരു വലിയ അനീതിയാണ് എന്നുള്ളതിനപ്പുറം ഇത് വോട്ടേഴ്സിനെ പണം കിട്ടിയ വോട്ടേഴ്സിനെ സ്വാധീനിക്കുന്നതിനപ്പുറം ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായാൽ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ശോഭാ സുരേന്ദ്രന് അനുകൂലമായി വോട്ട് കുത്തപ്പെടുന്ന മനുഷ്യരിൽ എന്തെങ്കിലും സ്വാധീനം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇത് എത്രത്തോളം വിവാദം കത്തിച്ചാലും ആ ഒരു വോട്ടിംഗ് ബാങ്കിനെ വോട്ടിംഗ് പാറ്റേണിനെ ഇത് സ്വാധീനിക്കില്ല. അത് ബി.ജെ.പിയുടെ രാഷ്ട്രീയം അങ്ങനെയാണ്. ബി.ജെ.പിയുടെ രാഷ്ട്രീയം ഇത്തരം കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയമല്ല. ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരു പൊളിറ്റിക്കൽ ഫിഗറിന് ആ രീതിയിൽ വോട്ട് നെഗറ്റീവായി മാറാനും സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ് ഇത്. മാധ്യമങ്ങൾ ആ ഒരു വാർത്തക്കുള്ള ഒരു സാധ്യത എന്നതിനപ്പുറം വോട്ടിങ്ങിനെ ഇത് ബാധിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. പരിധി വിട്ട ഒരു ചർച്ചയ്ക്കുള്ള ഒരു തലം ഇതിൽ ഇല്ല എന്നുള്ളതാണ്. നേരത്തെ നിങ്ങൾ ചോദിച്ചിരുന്നു, ഞാൻ ആഗ്രഹിക്കുന്നത് തെരഞ്ഞെടുപ്പ് നാളെ നടക്കാൻ പോകുമ്പോൾ തെരഞ്ഞെടുപ്പ് എങ്ങോട്ടേക്ക് തിരിയും എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് നേരത്തെ ചോദിച്ചതിൽ ടൈറ്റ് ഫൈറ്റ് എന്നുള്ള നിരവധി ചാനലുകൾ വന്ന സർവേകളോട് വ്യക്തിപരമായി ഞാൻ യോജിക്കുന്നില്ല. ഞാൻ 10-17 തെരഞ്ഞെടുപ്പുകളിൽ വലിയ രീതിയിൽ പ്രഡിക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ എന്നെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ ഞാൻ പറയുന്നു, നിലവിൽ നടന്ന ഈ ഗ്രൗണ്ട് കണ്ടപ്പോൾ പൊളിറ്റിക്കൽ ഗ്രൗണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ടൈറ്റ് ഫൈറ്റിലേക്കുള്ള ഒരു സാഹചര്യമില്ല. CPM ചരിത്രത്തിലില്ലാത്ത ഇടതുപക്ഷത്തെ ഇടതു രാഷ്ട്രീയത്തെ വലിയ രീതിയിൽ ഒരു പ്രതിരോധത്തിലാക്കുന്ന തെരഞ്ഞെടുപ്പായി മാറാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എപ്പോഴും തെരഞ്ഞെടുപ്പിന്റെ വോട്ടിങ്ങിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ സ്വിംഗ് വോട്ടേഴ്സ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത്. സ്വിംഗ് വോട്ടേഴ്സിനെ നമ്മൾ സാമുദായികമായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിലെ പല കാരണങ്ങൾ കൊണ്ട് ബി.ജെ.പി വിരുദ്ധ രാഷ്ട്രീയം ആവശ്യത്തിനും അനാവശ്യത്തിനും ചർച്ചയാക്കപ്പെടുന്ന കേരളത്തിൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ടാകുന്ന വോട്ടിന്റെ സ്വിംഗ് തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ സ്വാധീനിക്കും. അതേപോലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഈ രണ്ട് വോട്ട് ബാങ്കിനോടൊപ്പം തന്നെ ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് CPM-ൽ നിന്ന് ബി.ജെ.പി പിടിക്കുന്ന വോട്ടും കൂടി വരുമ്പോൾ ഇടതുപക്ഷത്തിന്റെ വോട്ട് വലിയ രീതിയിൽ വോട്ട് ഗ്രാഫിൽ വലിയ രീതിയിലുള്ള കുറവിനുള്ള എല്ലാ സാധ്യതയുമാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി എനിക്ക് പറയാനുള്ളത്. അതായത് വി.ഡി. സതീശൻ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണോ? വി.ഡി. സതീശൻ പറയുന്ന രീതിയിലേക്ക് നമ്പറുകൾ ഞാൻ ഇന്ന് പറയുന്നില്ല. ആ രീതിയിൽ വി.ഡി. സതീശൻ 100 എന്നുള്ളതാണ് പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രഡിക്ഷൻ നടത്തുന്നത് തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് പെർസെന്റേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് ഞാൻ പലപ്പോഴും തെരഞ്ഞെടുപ്പുകളെ ആ തരത്തിൽ വിലയിരുത്തിയിട്ടുള്ളത്. എന്നിരുന്നാലും ഒരു സ്വീപ്പിലേക്കുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഈ സ്വിംഗ് വോട്ടേഴ്സിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, സ്വിംഗ് വോട്ടേഴ്സിനെ സാമുദായികമായി നമ്മൾ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ന്യൂനപക്ഷ വോട്ടിൽ നിന്നുണ്ടാകുന്ന സ്വിംഗ് വലിയ രീതിയിൽ